Watch full episodes on Jio Hotstar. Welcome guys. ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് ഇൻവെൻഷൻ, ദ ടൈം മെഷീൻ. പ്രൊഫസർ അങ്കിൾ, ഇതിനെക്കുറിച്ച് ആർക്കാ അറിയാത്തത്? ഇതിന്റെ ചർച്ചകൾ നാട് മുഴുവനും പാട്ടാണ്. പക്ഷേ അങ്കിൾ, ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്നത്? എന്നാ പിടിച്ചോ ഈ മെഷീനെ ചലിപ്പിക്കാനുള്ള ഫോർമുല. ഇതിന് ജെം സ്റ്റോണിന്റെ സഹായത്തോടെയാണ് ചലിപ്പിക്കേണ്ടത്. ഇന്നാ പിടിച്ചോ ജെം സ്റ്റോൺ. ഒന്ന് എന്റെ കയ്യിലുണ്ട്, മറ്റത് ഞാൻ നിനക്ക് തരികയാണ്. പിന്നെ മൂന്നാമത്തത്, എനിക്ക് ഈ ജെം സ്റ്റോൺസ് കിട്ടിയ അതേ ഗുഹയിൽ തന്നെ ഇപ്പോഴുമുണ്ട്. അങ്കിൾ, അപ്പൊ അതെന്തുകൊണ്ട് എടുക്കാഞ്ഞേ? അതാണ് എല്ലാത്തിനേക്കാളും ശക്തിയുള്ള ജെം സ്റ്റോൺ. തെറ്റായ കരങ്ങളിൽ ചെന്ന് പറ്റിയാൽ വിനാശമായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ ആരാ ഉള്ളേ? അങ്ങനെ ഒരാളുണ്ട്, ഇത് ആവശ്യമുള്ള ഒരാള്. ആരാണ് നിങ്ങൾ? എല്ലാരും എന്നെ വിളിക്കുന്നത് പ്രൊഫസർ എക്സ് എന്നാണ്. ഡിസൈഡ് ചെയ്യുന്നത് ഞാനായിരിക്കും എന്താണാവുന്നത് നെക്സ്റ്റ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തിശാലിയായ ടൈം സ്റ്റോൺ ആണ് വേണ്ടത്. താൻ അതിനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഞാൻ നിന്റെ ലാബ് ഇപ്പൊ തന്നെ തകർത്തു കളയും. ഞാൻ അതേ റെഡ് ജെം സ്റ്റോൺ കൊണ്ടാണ് ഈ ടൈം മെഷീൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മെഷീൻ ചലിക്കാൻ തുടങ്ങുന്നത്. റെഡ് സ്റ്റോൺ അല്ല, ഏറ്റവും ശക്തി കൂടിയ ടൈം സ്റ്റോൺ ആണ് എനിക്ക് വേണ്ടത്. എവിടെയാണ് അതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അതിനായിട്ട് നമുക്ക് 1966 പോയേ പറ്റൂ. പിന്നെ എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? അല്ല, ഈ ദയാനന്ദൻ എങ്ങനെ ഫോട്ടോയിൽ അപ്രതീക്ഷിതമായത്? അല്ല, ഇതെന്ത് പറ്റി? എന്ത് പറ്റി നാനാജി? ശിവ, എന്റെ കുട്ടിക്കാലത്തെ സുഹൃത്ത് മിസ്റ്റർ ദയാനന്ദൻ ഫോട്ടോയിൽ അപ്രതീക്ഷിതമായിരുന്നു. നിങ്ങൾ പറയുന്നത് ആ പ്രൊഫസർ ദയാനന്ദ് ടൈം മെഷീൻ ചെയ്തത് അത് മുത്തച്ഛന്റെ കളിക്കൂട്ടുകാരനാണെന്നാണോ? അതെ മോനെ, അതെ. വിശ്വാസം വരുന്നില്ലതേ, ഇങ്ങോട്ട് വാ. നോക്കൂ, ഇതാണ് എന്റെ കുട്ടിക്കാലത്തെ സുഹൃത്ത് ദയാനന്ദ്. ഇവനെയാണ് നിങ്ങൾ പ്രൊഫസർ ദയാനന്ദ് എന്ന് അറിയപ്പെടുന്നത്. ഇത് 1964 ഫോട്ടോയാണല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണല്ലോ നിൽക്കുന്നത്. ഇത് സ്കൂളിന്റെ ഗ്രൂപ്പ് ഫോട്ടോയാണ്. ദയാനന്ദ് ഫോട്ടോയിൽ നിന്ന് എങ്ങനെ അപ്രതീക്ഷിതമായത്? അതെങ്ങനെയാ സംഭവിക്കുക? 1964 ഫോട്ടോയില് ദയാനന്ദ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ 1966 ഫോട്ടോയില് ദയാനന്ദ് ഇല്ലല്ലോ. അത് മാഞ്ഞു പോയിരിക്കുന്നു. എന്തോ കുഴപ്പമുണ്ട്. എങ്ങനെ ഇത് കണ്ടുപിടിച്ചേ പറ്റൂ? ഗായ്സ്, പ്രൊഫസർ ദയാനന്ദന്റെ സംശയം ശരിയായിരിക്കുന്നു. എന്ത് പറ്റി ശിവ? അന്ന് പ്രൊഫസർ അങ്കിൾ എന്നോട് പറഞ്ഞത് ആ ടൈം സ്റ്റോൺ ആരോ മോഷ്ടിക്കാൻ നോക്കുവാന്ന്. അപ്പൊ ഇത് ആരോ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കാ? ശരിക്കും ആലോചിച്ചേ പറ്റൂ. പ്രൊഫസർ അങ്കിൾ എന്നോട് പറഞ്ഞതാ, അതായത് ടൈം സോൺ മുഖേന 1964 പോകാമെന്ന്. ഈ കിഡ്നാപ്പർ ചിലപ്പോ അവിടെ പോയി കാണും. അതി, നിനക്ക് എന്നെ കൂടെ വരാൻ പറ്റുമോ? തീർച്ചയായും ശിവ. അവസാനം നമ്മൾ എത്തിയിരിക്കുകയാണ് 1964. ദയാനന്ദ്, കളിച്ചൊക്കെ മതി മോനെ. വേഗം വീട്ടിലേക്ക് പോവാൻ നോക്ക്. അമ്മേ, ശരിയാണ്, വേഗം വരാം. ഇത് അവസാനത്തെ കളിയാ. റെഡി, സ്റ്റഡി, ഗോ. നിങ്ങൾ ആരാണ് അങ്കിൾ? എന്തിനാ എന്റെ വഴി തടഞ്ഞേ? എന്നെ എല്ലാരും വിളിക്കുന്നത് പ്രൊഫസർ എക്സ് എന്നാണ്. ഞാനായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് ആവുക നെക്സ്റ്റ്. പ്രൊഫസർ ദയാനന്ദ് ജൂനിയർ, ഒരു എന്നെ ടൈം സ്റ്റോൺ കാണിച്ചതാ. വേണ്ട അങ്കിൾ, എന്നെ വിട്ടേക്ക്. എനിക്ക് വീട്ടിൽ പോണം. ജൂനിയർ പ്രൊഫസർ ദയാനന്ദാണത്. എങ്ങനെയാ നമുക്ക് പുലിയെ രക്ഷപ്പെടുത്തണം? അവിടെ നിൽക്കും പ്രൊഫസർ എക്സ്. ദയാനന്ദനെ വിടൂ. ഓഹോ, പ്രൊഫസർ എക്സിനോടാണോ കളി? കണ്ടോ എന്റെ അഭ്യാസം? അതെ, സൂക്ഷിക്കേ. ശിവ, നീ പോയിക്കോ, ഞാൻ വന്നോളാം. എല്ലാരും എന്നെ വിളിക്കുന്നത് പ്രൊഫസർ എക്സ്. ഡിസൈഡ് ചെയ്യുന്നത് ഞാനായിരിക്കും എന്താണാവുന്നത് നെക്സ്റ്റ്.
വേണ്ട 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 കൊച്ചി വേഗം പറ ആ വാതിൽ എങ്ങനെയാ തുറക്കുന്നേന്ന്, അല്ലെങ്കിൽ ഞാൻ ഈ ചെറിയ ദയാനന്ദനെ വെറുതെ വിടില്ല. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇതിനെ വെറുതെ വിട്ടേക്ക്. ദയാനന്ദ്, ഞാനും ദയാനന്ദാണ്. നിന്റെ ഫ്യൂച്ചറിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പ്രൊഫസർ എക്സ്, നീ എന്താ വിചാരിച്ചേ? ശിവ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? ദയാനന്ദ്, വരൂ എന്റെ കൂടെ, വരൂ പെട്ടെന്ന്. എവിടെയാണ് വലിച്ചോട്ട് പോണ എന്റെ പാസ്റ്റിനെ? വിടേണ്ടേ? എന്റെ വീട്, എന്റെ കാലിനെ വേദനിക്കുന്നു. എന്റെ വീട്, എന്റെ വീട് അങ്കിൾ. ഇനി ആയിരിക്കും രസം. ഭയങ്കര ധൃതിയിലാണല്ലോ പ്രൊഫസർ എക്സ്. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, ഹെൽപ്പ്, എന്നെ രക്ഷിക്കൂ. ഇനി എന്റെ പുറകെ വരുന്നോ അതോ ദയാനന്ദനെ രക്ഷപ്പെടുത്തുന്നോ? ചോയ്സ് ഇസ് യോഴ്സ്. റെഡി? അല്ല, ഈ ശിവനെ കാണുന്നില്ലല്ലോ. ആദി, ഇവര് രണ്ടുപേരെയും നോക്കിക്കോളൂ. ഞാൻ ആ പ്രൊഫസർ എക്സിനെ ഒന്ന് കണ്ടിട്ട് വരാം. Thank you. ഇനി റെഡ് ജെംസ്റ്റോണിന്റെ സഹായത്തോടെ ഞാൻ പ്രൊഫസർ എക്സ് ഞാൻ ഡിസൈഡ് ചെയ്യും എന്താണ് ആവുക നെക്സ്റ്റ്. നിന്റെ നെക്സ്റ്റ് എന്താണെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് പ്രൊഫസർ എക്സ്. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണേ? മോളില് നോക്ക്, മോളിൽ. അടങ്ങിപ്പോ കുട്ടി, എന്തിനാ വെറുതെ ജീവിതം കൊഞ്ഞാട്ടയാക്കുന്നത്? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അപ്പൊ അങ്ങനെ നീ ഒതുങ്ങില്ലല്ലേ? ഇനി വേഗം സത്യം പറയൂ പ്രൊഫസർ. എന്തുകൊണ്ടാണ് ചെറിയ ദയാനന്ദനെ കടത്തിയത്? കാരണം അവന്റെ ഫിംഗർ പ്രിന്റ്സ് കൊണ്ടായിരുന്നു ആ കേവ് തുറക്കേണ്ടത്. അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് ഈ റെഡ് ജെം സ്റ്റോൺ. ഇതിനെ ഉപയോഗിച്ച് എനിക്ക് ഏത് ടൈമിൽ വേണേലും പോകാം. നീ എന്നെ തടയുമോ? പിന്നീട് കാണാം കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. താങ്ക്സ് ശിവ. ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ദയാനന്ദങ്ങൾ.
നാനാജി ദയാനന്ദങ്ങൾ. ദയാനന്ദ് എന്റെ സുഹൃത്ത്. ഒന്ന് ചെക്ക് ചെയ്യൂ നാനാജി, ഫോട്ടോസിലെ ദയാനന്ദങ്ങൾ തിരിച്ചു വന്നോന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.